ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി, നെക്സ്റ്റ് ആക്ഷൻ, ഫ്യൂച്ചർ. റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ കറണ്ട് എനർജി. സോഡ് കറണ്ട് എനർജി. എംബറസ് കറണ്ട് എനർജി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് കപ്പ്, ടു ഓഫ് കപ്പ്, ടെൻ ഓഫ് വാണ്ട്, ബോട്ടം കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്. നൈറ്റ് ഓഫ് സോഡ് ബോട്ടം എടുക്കട്ടെ, ഇങ്ങനെ എടുക്കാം. അപ്പം ഏസ് ഓഫ് സോഡാണ് ഫസ്റ്റ് തന്നെ ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഡാണ്. ഒരു പുതിയ തുടക്കം, ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് സോഡാണ്. പുതിയ തുടക്കം, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മനസ്സിനോടും കൂടെ ഒരു പവറോടും കൂടെ ഒരു ആഴമുള്ള ബന്ധമാക്കിയിട്ട് ഇത് മാറ്റണം. അതാണ്, നല്ല രീതിയിൽ പോകണം. ഈ റിലേഷൻഷിപ്പ് എങ്ങനെയും കട്ടായി പോകാനോ പ്രശ്നങ്ങളിലൊന്നും പോകാതെ നല്ല രീതിയിൽ പോകണം. അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എല്ലാം മറികടക്കാൻ കഴിയും. അതിനൊരു ഉറച്ച ഷാർപ്പായ ഒരു തീരുമാനം എടുക്കണം എന്നാണ് ആ വ്യക്തി. നമുക്കതെല്ലാം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെല്ലാം മറികടക്കാനുള്ള വിൽ പവറോട് കൂടിയാണ് ആ വ്യക്തി ഒരു വാശിയോടുകൂടെ പൊരുതുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആ വ്യക്തി എത്തുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഒരു ക്ലാരിറ്റിയോടുകൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ്. ഇതാണ് ഏസ് ഓഫ് സോഡ്, ഫസ്റ്റ് കാർഡ് തന്നെ. അവരുടെ കറണ്ട് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എംബറാണ്. എംബറർ എന്ന് പറഞ്ഞാൽ അത്രയും അധികാര പദവിയിലിരിക്കുന്ന ഒരു ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് ജോലിയിലെല്ലാം കയറ്റം കിട്ടിക്കാണും. അത്രയും ഒരു ഹെഡിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ട്. ജോലിക്ക് പ്രൊമോഷനെല്ലാം കിട്ടി ഒരു ഹെഡിലായിട്ടുണ്ട് ആ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. എല്ലാവരെയും നയിക്കുന്നത് ആ വ്യക്തിയാണ്. അത്രയും ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ഇപ്പം ആ വ്യക്തി അത്രക്കൊരു ഹെഡിൽ എത്തിയിട്ടുള്ളത്, ഒരു രാജാവിനെ പോലെ മറ്റുള്ളവരെല്ലാം നയിക്കുന്നത് ആ വ്യക്തിയാണ്. ജോലിയിൽ കയറ്റെല്ലാം കിട്ടിക്കാണും, നല്ല ശമ്പളവും എല്ലാം ഒരു അധികാര പദവിയിൽ എത്തിയിട്ടാണ് കാണുന്നത്. ഈഗോ ഉണ്ട്, നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. ആര് കണ്ടു കഴിഞ്ഞാലും ആ വ്യക്തിനെ അട്രാക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ആ തലക്കനം എല്ലാം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ തെറ്റാണെങ്കിൽ ആ വ്യക്തി സോറി ഒന്നും പറയില്ല. അങ്ങനത്തെ ഒരു ഈഗോ പിടിച്ചൊരു വ്യക്തിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. അത്രയും ലീഡറായിട്ടാണ് ആ വ്യക്തി ഉള്ളത് ഇപ്പം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹൈഡിങ് ആണ്. ആ വ്യക്തി ഒരുപാട് വേദനയിലേക്കൂടെ കടന്നു പോകുന്നതാണെങ്കിലും ആ വ്യക്തിനെ കുത്തി നോക്കിയാലേ അറിയില്ല ഇങ്ങനെ വേദനയുള്ള ഒരു വ്യക്തിയാണോ. അയ്യോ, മനസ്സിലാക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് തുളുമ്പുന്നുണ്ടെങ്കിലും ആ വ്യക്തി അതൊന്നും എക്സ്പ്രസ് ചെയ്യില്ല. അതും ഞാൻ സഹിച്ചോളാം, ഇതും ഞാൻ സഹിച്ചോളാം. എൻ്റെ ഉള്ളതല്ല ഞാനിങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞൊന്നും കരയാനൊന്നും വരുന്നില്ല.
എൻ്റെ ഉള്ളത് ഞാൻ തന്നെ അവിടെ മൂടിക്കെട്ടി വെച്ചോളൂ എന്ന ഒരു അഹങ്കാരമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ആ അഹങ്കാരത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആര് കണ്ടാലും അട്രാക്റ്റ് ആവും ആ വ്യക്തിനെ. ആ വ്യക്തി ഒരു സദസ്സ് പോയി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിനെ എല്ലാവരും ചോദിക്കും, അതാരപ്പാ, എന്തപ്പാ ആ വ്യക്തിയുടെ ജോലി എന്ന് ചോദിക്കും. അതാണ് ആ വ്യക്തിയുടെ അഹങ്കാരത്തിന് കാരണം കേട്ടോ. അതിൻ്റെതായ അഹങ്കാരവും ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിക്ക് ഏജ് കുറവാണെങ്കിലും ആ വ്യക്തി നല്ല മെച്യൂരിറ്റിയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. സൊസൈറ്റിയിലെല്ലാം അത്രയും നല്ല ഒരു രീതിയിലാണ് ആ വ്യക്തി പെരുമാറുക. ഒരു എല്ലാം ആ വ്യക്തിയുടെ കൺട്രോളിലായിരിക്കണം. അതാണ് ആ വ്യക്തി നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അതാണ് എന്താ, ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്പാണ്. അത്രയും ഇമോഷൻസ് ആണ് കേട്ടോ. നിങ്ങളോട് ആ വ്യക്തിക്ക് ഒരു ഭയങ്കര സ്നേഹമെല്ലാം തോന്നുകയാണ്. പക്ഷെ ആ വ്യക്തി പറയില്ല, എംബറാണ്, പറയാൻ കഴിയില്ല ആ വ്യക്തിക്ക്, അങ്ങനെ ഒന്നും പറയില്ല. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്രയും ഇമോഷൻസ് നിങ്ങളെ ഡീപ്പായിട്ട് ആ വ്യക്തി എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് വരുന്നുണ്ട്. ഒരു നിങ്ങൾക്കൊരു റെസ്പെക്റ്റോടും കൂടിയാണ് നിങ്ങളെ ആ വ്യക്തി, ഒരു ആ വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കെല്ലാം പറഞ്ഞു പോയാൽ ഭയങ്കര സങ്കടമാവുന്ന വ്യക്തിയാണ്. അത്രയും ഇമോഷണലി കണക്റ്റാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് എന്ന് കാണിക്കുന്നത്. അപ്പം ഒരുപാട് സ്നേഹം തോന്നുന്നത് അതാണ് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ നിങ്ങളോട് അത്രയും ഒരു സ്നേഹം തോന്നുന്നതാണ്. ഓടി വരാനെല്ലാം തോന്നുന്നു, അത്രയും ഒരു ഇമോഷൻസ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം, നിങ്ങളെ എങ്ങനെയെല്ലാം വാക്കുകൾ പറയണം, എങ്ങനെയൊക്കെ നിങ്ങളെ വന്ന് കാണുന്നതിന് മുന്നേ ആ വ്യക്തി സിനിമയിലെല്ലാം കാണുമ്പോൾ അങ്ങനെ പറയാ, ഇങ്ങനെ പറയാ, അങ്ങനെ ചെയ്യാ, ഇങ്ങനെ ചെയ്യാ എന്നെല്ലാം വിചാരിച്ച് വരുന്നൊരു വ്യക്തിനെ എന്നിട്ട് കാണുന്നത് കേട്ടോ. അത്രയും മനസ്സിൽ അട്രാക്റ്റ് തോന്നുക. നിങ്ങളോട് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും ആ വ്യക്തി മനസ്സിലാവുന്നില്ല. വികാരങ്ങളെയെല്ലാം ഒതുക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതാണ് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ. ഇനി ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താ, 2 ഓഫ് കപ്പാണ്. ഒരുപോലത്തെ സ്നേഹമാണ്, രണ്ടുപേർക്കും മിററിംഗ് ആണ്, ഒരുപോലത്തെ സ്നേഹമാണ്, അടിത്തറയുള്ളൊരു സ്നേഹം. ആ സ്നേഹത്തെ തകർക്കാൻ ആർക്കും ആവില്ല. സോൾമേറ്റോ ട്വിൻ ഫ്ലൈമോ ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ഇമോഷണലി കണക്റ്റാണ് നിങ്ങൾ തമ്മിൽ. കണ്ട മാത്രമേ തന്നെ രണ്ടുപേരുടെയും എന്താ പറയുക, ലിഡ് പൊട്ടി എന്ന് പറയുന്നില്ലേ, അതുപോലെ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ കുളത്തിക്കഴിഞ്ഞ്. എന്താണ് ഈ വ്യക്തിനെ ഞാൻ എവിടെയൊക്കെയോ കണ്ട വ്യക്തി, ഞാൻ എവിടെയൊക്കെയോ കാണാൻ ആഗ്രഹിച്ച രൂപം, ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്റ്റൈല്, ഞാൻ ആഗ്രഹിച്ച മുഖം എന്നൊക്കെ രണ്ടുപേർക്കും എന്തൊക്കെയോ തോന്നിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ്. ഇമോഷണലി രണ്ടുപേരും കണക്റ്റാണ്. തുല്യമായ സ്നേഹമാണ് രണ്ടുപേർക്കും. ഒരാളും വിട്ടുകൊടുക്കില്ല, കട്ടക്കാണ് സ്നേഹം, കുറച്ചിട്ട് കൊടുക്കില്ല. രണ്ടുപേരും ഒരാൾക്ക് കട്ടക്ക് നിൽക്കുന്ന സ്നേഹമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടക്ക് തിരിച്ചു തരും. നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പാതിയാണ്, എൻ്റെ ട്വിന്നാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരേ മിററിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തി ഇതൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എൻ്റെ വ്യക്തി ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് കണ്ടുമുട്ടിയതും എല്ലാ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ. അത്രയും അട്രാക്റ്റ് ആവുന്നുണ്ട് ഓർത്ത്. നിങ്ങൾക്ക് പകരം വേറെ ആരെയും പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോണ്ടാക്റ്റിൽ കണ്ടുമുട്ടിയതാണ്, നക്കിലാണ്, ഫസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആരൊക്കെ ഇതിനെ തകർക്കാൻ ശ്രമിച്ചാലും നോ, ഈ ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ആ വ്യക്തി വിശ്വസിക്കുക. നിങ്ങൾ വീണ്ടും എന്തൊക്കെ നിങ്ങൾ ആരെങ്കിലും തെറ്റിക്കാനും എല്ലാം പദ്ധതി ഇട്ട് നിങ്ങൾ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാകും. പക്ഷെ വീണ്ടും ശക്തമായിട്ട് നിങ്ങൾ കൂടിച്ചേരും, അതിശക്തമായിട്ട് കപ്പ് ഓഫ് ലക്കായി മാറും. എന്ത് തെറ്റിദ്ധാരണയുണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തി നിങ്ങൾ വീണ്ടും ഒന്നു ചേരും. മറക്കുവാൻ പറ്റില്ല എന്ന അസത്യം ഓരോ വ്യക്തികളെ മറക്കാൻ പറ്റില്ലാത്ത ബന്ധം ഉണ്ടാവും. അതാണിത് കേട്ടോ. അതാണ് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ. പിന്നെ കറണ്ട് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് എന്താ, 10 ഓഫ് വാണ്ടാണ്.
ഒരുപാട് ആ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മൊത്തം വലിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ, ഒരുപാട് ആ വ്യക്തിയുടെ നടുവൊടിയുന്ന തരത്തിൽ ആ വ്യക്തി വലിച്ചു കൊണ്ടുപോവാണ് ഭാരങ്ങളെല്ലാം. അങ്ങനെ ഇവിടെ കാണിക്കുന്നത് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ടു ഓഫ് കപ്പിനെ സ്നേഹിക്കണം, പിന്നെ അധികാര പദവിയിലാണ് എങ്കിലും ആ വ്യക്തി ഒരുപാട് കുടുംബത്തിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ കയറ്റുന്ന വ്യക്തിനെയാണ് കാണിക്കുന്നത് കേട്ടോ. എങ്കിലും ആ വ്യക്തി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി കാണുമ്പോൾ ഒളിച്ചോടുന്നൊരു വ്യക്തിയല്ല, അതിനെയൊക്കെ വിൽ പവറോടുകൂടെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. എന്താ കാരണം? എംബറാണ്. അതിനെല്ലാം എനിക്ക് നേരിടാൻ കഴിയും, അതിനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. നല്ലൊരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ബോട്ടം കിട്ടിയിരിക്കുന്നത്. കറണ്ട് എനർജിയിൽ നൈറ്റ് ഓഫ് സോഡാണ്. എന്താ സ്പീഡിൽ നിങ്ങളിലേക്ക് ഓടി വരാൻ, കണ്ണ് മൂക്ക് നോക്കാതെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിപ്പെടണം. നിങ്ങളെ ഒന്ന് കാണണം, പെട്ടെന്ന് കാണണം തോന്നുമ്പോൾ ആ വ്യക്തി ചിറകുണ്ടെങ്കിൽ ഓടി വരാനെല്ലാം തോന്നി ആ വ്യക്തി ഓടി വരികയാണ്. നിങ്ങളെ ഒന്ന് കാണണം ആ വ്യക്തിക്ക്. അതാണ് ഇവർ നൈറ്റ് ഓഫ് സോഡ്. ആ വ്യക്തിക്ക് എന്താണ് ഒരു കാര്യം വിചാരിച്ചിനെങ്കിൽ കാര്യം നേടിയിട്ടേ ആ വ്യക്തി വരും. അത്രയും സ്പീഡിലൊന്ന് കാണാൻ വരണം എന്ന് ആലോചിക്കുകയാണ്. എന്തോ ആലോചിക്കാതെ എന്തോ ഒരു തീരുമാനം എടുത്തു പോയിട്ടുണ്ട്. അപ്പം അതിന് ആ വ്യക്തിക്ക് കുറ്റബോധവും ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ സംസാരിച്ച് പ്രശ്നങ്ങളിലെല്ലാം ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. അതൊന്നും ആ വ്യക്തിയുടെ മനസ്സൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തണം. അതിനുവേണ്ടി അത്രയും സ്പീഡിൽ നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നതാണ് നൈറ്റ് ഓഫ് സോഡ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ വ്യക്തി നെക്സ്റ്റ് എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുക്കുക എന്നാണ് നോക്കുന്നത്. എന്ത് ആക്ഷനാണ് ആ വ്യക്തി എടുക്കുക, നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ആക്ഷൻ എന്താണ്? Seven of Swords, Wheel of Fortune, Knight of Cups, Four of Cups, High Priestess, bottom 10 of Cups. അപ്പം Seven of Swords ഇവിടെ തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ വ്യക്തി ആക്ഷനിൽ ചീറ്റിംഗ് സംഭവിക്കരുത്. ചീറ്റിംഗ് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ആ വ്യക്തി മനസ്സിൽ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയെല്ലാം പറ്റിയിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഓടി വരാൻ, എന്തൊക്കെയോ മനസ്സിൽ നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് നൊന്തിട്ടുണ്ട്, അതൊക്കെ തിരുത്താൻ വേണ്ടി ഓടി വരികയാണ്. ഈ ഒരു ചീറ്റിങ് തേർഡ് പാർട്ടി മുഖാന്തരം സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കാലചക്രം എന്താണോ, എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിന് തക്കതായ മറുപടി യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാലചക്രം അങ്ങോട്ടും കറങ്ങാം ഇങ്ങോട്ടും കറങ്ങാം. അപ്പം ആ വ്യക്തി എടുക്കുന്ന ആക്ഷനിൽ ഇവിടെ വല്ലാത്തൊരു കുറ്റബോധമെല്ലാം കാണിക്കുന്നുണ്ട്. എന്താ കുറ്റബോധത്തിന്റെ കാരണം? എന്താ, ആ വ്യക്തി തേർഡ് പാർട്ടി ത്രൂ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ട്. ആ വ്യക്തി വല്ലാതെ ഇവിടെ ഫോർ ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കുറ്റബോധത്തിൽ നീറുന്നൊരു വ്യക്തിയാണ്. മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വരെ ആ വ്യക്തി ചിന്തിച്ച് പോയിട്ടുണ്ട്. ചെയ്തു പോയത് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥ. ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തു പോയത്. അതാണ് ആ കടുത്ത കുറ്റബോധം കേട്ടോ. ഭയങ്കര കുറ്റബോധത്തിൽ നീറുന്നൊരു വ്യക്തിനെ ഇവിടെ കണ്ടില്ലേ. യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്, കപ്പ് ഓഫ് ലവ് ഒരുപാടുണ്ട്. ആ വ്യക്തി അതൊന്നും വേണ്ട, മനസ്സ് കലങ്ങി മറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിലാണ് കാണുന്നത്. മാനസികമായിട്ട് ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾ ഇനിയിപ്പം ആ വ്യക്തിനെ മൈൻഡ് ചെയ്യുമോ ഒന്നൊന്നും ആ വ്യക്തിക്ക് ഒരു രൂപമില്ല. അങ്ങനെ ഒരു മനസ്സ് കലങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഓടി വന്ന് ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങൾ സന്തോഷിപ്പിക്കണം. അപ്പം ആ വ്യക്തി ഒരുപാട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനെല്ലാം ശ്രമിച്ചു. എന്തോ ഒരു ഇതായതുകൊണ്ട് ഒരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ
പവറിൽ വരുന്നുണ്ട് ആ വ്യക്തി. അതിനെല്ലാം മറികടന്നിട്ട് ആ വ്യക്തി വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു നോ കോണ്ടാക്ട് ആയ ഒരു റിലേഷൻഷിപ്പാണിത് കാണിക്കുന്നത്. അപ്പം ആ വ്യക്തി ആക്ഷൻ എടുക്കുന്നത് ആ വ്യക്തിക്ക് സന്തോഷം നിറക്കണം നിങ്ങളിൽ. എന്താണ് നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചു പോയത്, അപ്പം അതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പം നിങ്ങളെ എങ്ങനെയെങ്കിലും വന്ന് കണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കണം. എന്താണ് സംഭവിച്ചത്, കാര്യം എന്താണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി പ്രയത്നിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരുപാട് സന്തോഷം തന്നെയാണ് ഇനി ലൈഫിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഇതുവരെ എന്താണ് പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചു പോയത്, നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. ആ വ്യക്തി കാട്ടിക്കൂട്ടിയ ഇമ്മച്യൂർഡായിട്ട് എന്തൊക്കെയോ ഫൂളിഷ്നെസ് എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ആ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്. ഒരു നല്ലൊരു സന്തോഷകരമായ ഒരു ലൈഫ് ഇനി നിങ്ങൾക്ക് തരണം ആ വ്യക്തിക്ക്. എന്ത് തന്നെയായാലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ആ വ്യക്തി ഇമ്പോർട്ടൻ്റ് തന്ന് നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻ്റ് തന്ന് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കണം. നിങ്ങൾക്കൊരു സുരക്ഷിതവും സ്നേഹവും സംരക്ഷണവും നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതാണ് ആ വ്യക്തിയുടെ എടുക്കുന്ന ആക്ഷൻ, അതാണ് കേട്ടോ. മറ്റാർക്കും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അത്രയും നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹം കൊണ്ട് മൂടണം. അതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കണം. പ്രണയം തന്നെ നിങ്ങളെ സന്തോഷം നിറക്കണം. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ആ വ്യക്തി എടുക്കുന്ന ആക്ഷൻ അതാണ്. പ്രണയം തന്നുകൊണ്ട് പ്രകടിതമായി തന്നെ നിങ്ങളെ പ്രണയിച്ച് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറക്കണം. അതാണ് ആ വ്യക്തി എടുക്കുന്ന ആക്ഷൻ. കറക്റ്റ് ആക്ഷൻ അതാണ് എടുക്കുന്നത് കേട്ടോ. ഇതുവരെ എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അത് പാടില്ല. അതാണ് അവരുടെ സ്വപ്നം തന്നെ നിങ്ങളാണ്. ആ വ്യക്തിയുടെ ആഗ്രഹമായിട്ടാണ് നിങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇനി ആ വ്യക്തിയുടെ ലൈഫിന്, ആ വ്യക്തിയുടെ ജീവിതം നിങ്ങളെ കൂടെ ജീവിക്കണം. സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് ജീവിക്കണം. ഫുൾഫിൽമെന്റ്, ആ വ്യക്തിയുടെ ഫുൾഫിൽമെന്റ് തന്നെ അവരുടെ ലക്കിയാണ്. അതാണ് മനസ്സിലാക്കുന്നത് അവര്. ആ വ്യക്തിയുടെ എല്ലാ സ്വപ്ന സാക്ഷാത്കാരവും നിങ്ങളാണ്. അപ്പം ഇനിയൊരു സന്തോഷകരമായ ലൈഫ് നിങ്ങൾക്ക് തരിക എന്നതാണ് ആ വ്യക്തിയുടെ ആക്ഷൻ. ആ ആക്ഷൻ ആ വ്യക്തി എടുക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് ഹൈ പ്രീഷ്യസ് ആണ്. ഇപ്പം ഉള്ളിൽ തന്നെ പിന്നെ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇൻറ്റ്യൂഷനിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തി യൂണിവേഴ്സുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുകയാണ്. ആ വ്യക്തി ഒരുപാട് യൂണിവേഴ്സുമായിട്ട് ഒരുപാട് ഭക്തി മാർഗത്തിലെല്ലാം ആ വ്യക്തി സ്പിരിച്വലായി വളർന്നിരിക്കുകയാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് ഏകദേശ രൂപം മനസ്സിലാവുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ഇനി ആ വ്യക്തിക്ക് ഒരു മിസ്റ്റേക്കും പറ്റില്ല. എല്ലാം കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ആ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. ഒരുപാട് തേർഡ് പാർട്ടിയെല്ലാം പ്രശ്നങ്ങളിലെല്ലാം തള്ളി വിട്ടെങ്കിലും ആ വ്യക്തി ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യം യൂണിവേഴ്സിന് അറിയാം. എന്നിട്ടും ആ വ്യക്തി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഒരുപാട് ജോലി ഭാരമുണ്ട് ആ വ്യക്തിക്ക്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യപ്പെട്ടു, അതും മറികടന്ന് ആ വ്യക്തി നിങ്ങളെ സന്തോഷത്തിൽ മൂടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്.
ഒരുപാട് വേറെ ആളും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വ്യക്തിക്ക് ഇത്രയും സന്തോഷം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സ്നേഹിക്കണം, അതിനുവേണ്ടി ആ വ്യക്തി എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെ യൂണിവേഴ്സ് കണ്ട് ആ വ്യക്തിനെ ഒരുപാട് സക്സസ്സും ആ വ്യക്തിക്ക് നിങ്ങൾ മുത്തിട്ടുള്ള എല്ലാത്തരം സുഖ മഴവില്ലിൻ്റെ നിറങ്ങൾ പോലെ വർണ്ണാഭമായ ഒരു ലൈഫാണ് ആ വ്യക്തി നിങ്ങൾക്ക് എടുക്കുന്ന ആക്ഷൻ. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എടുക്കുന്ന ആക്ഷനായത് 10 ഓഫ് കപ്പ്. അതിലപ്പുറം ഒരു കപ്പില്ല അല്ലേ. എല്ലാ സുഖങ്ങളും നിങ്ങളും മക്കളും എല്ലായി എല്ലാവിധ നിങ്ങളുടെ മോഹങ്ങൾ ഒന്നും നടത്തിത്തരാതെ ബാക്കി വെക്കണ പരിപാടിയില്ല. എല്ലാ മോഹങ്ങളും നിങ്ങൾക്ക് വേൾഡ് കറങ്ങണോ, ഓക്കെ അത് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടേ അത് ആ വ്യക്തി ആക്ഷൻ, ആ വ്യക്തി എടുക്കുന്ന ആക്ഷനായത് കേട്ടോ. ആക്ഷനിൽ കിട്ടിയ ബോട്ടം കാർഡായത്. അപ്പം എന്താണ് ആ വ്യക്തി എടുക്കുന്ന ആക്ഷൻ അറിയാലോ. ആ വ്യക്തി അതിനു വേണ്ടിയിട്ടാണ് കഠിനമായിട്ട് പ്രയത്നിക്കുന്നത്. ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട് ആ വ്യക്തി. എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നു. എംബറാണ്, എന്തും നേടിയെടുക്കും ആ വ്യക്തി. അതാണ്. നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അടുത്ത എടുക്കുന്ന കാർഡ് ഫ്യൂച്ചറാണ് കേട്ടോ. എന്താണ് ഫ്യൂച്ചർ കാർഡ്? ഫ്യൂച്ചറിൽ എടുക്കുന്നത് കേട്ടോ. ഫ്യൂച്ചർ പേജ് ഓഫ് കാർഡ്, 3 ഓഫ് കാർഡ്, 6 ഓഫ് വാണ്ട്, ക്യൂൻ ഓഫ് വാണ്ട്, സ്ട്രെങ്ത്, 4 ഓഫ് പെൻഡിക്കൽ, ബോട്ടം ഏസ് ഓഫ് പെൻഡിക്കൽ. അപ്പം പേജ് ഓഫ് കപ്പാണ്. ആ വ്യക്തിയുടെ സ്നേഹം മറ്റാർക്കും കൊടുക്കില്ല. ആ സ്നേഹം എവിടെയും പോകാത്ത നിങ്ങളിലേക്ക് മാത്രം എത്തിക്കണം ആ സ്നേഹം. അതാണ് ഈ പേജ് ഓഫ് കപ്പ് പറയുന്നത് കേട്ടോ. ആ വ്യക്തിയുടെ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അത്രയും എന്ത് റിസ്ക് എടുത്തിട്ടും ഒരു കുഞ്ഞിൻ്റെ ജനലെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ ഒരു കുഞ്ഞിനെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ വ്യക്തി ആ കപ്പുമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്, ആഗ്രഹം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തൊക്കെ തെറ്റുകളെല്ലാം പറ്റിയതെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിറക്കണം. മെച്യൂരിറ്റി ഇല്ലാതെ എന്തൊക്കെയോ പറ്റിപ്പോയിട്ടുണ്ട്, അതിന് സോറി പറയണം. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. ആ വ്യക്തിയുടെ കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പിടിച്ചേക്കുന്ന കണ്ടില്ലേ. അതാണ് നിറഞ്ഞ സ്നേഹം. ഒരു പുതിയ തുടക്കം വേണം. അത്രയും നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് ഇത് പേജ് ഓഫ് കപ്പ് കേട്ടോ. നിഷ്കളങ്കമായ അത്രയും ഡീപ്ലി ആയിട്ടുള്ള മറ്റാർക്കും കൊടുക്കില്ല. അതാണ് അതിൻ്റെ ഈ സ്നേഹം മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ. അതാണ് ഫ്യൂച്ചറാണിത് കേട്ടോ. ഫ്യൂച്ചറിൽ നിങ്ങളെ ഒത്തിട്ട് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യൽ തന്നെയാണ്. സെലിബ്രേഷൻ അടിച്ച് പൊളിച്ച് അങ്ങനെ ജീവിക്കുകയാണ് ഫ്യൂച്ചറിൽ സംഭവിക്കുക. ഫ്യൂച്ചറിൽ എന്തൊക്കെയോ അത്രയും ഒരു ആർക്കും കിട്ടാത്ത ഒരു റിസ്ക് പിടിച്ച ഒരു സംഭവം ആ വ്യക്തി നേടിയെടുക്കുന്നതായിട്ടാണ്. അത് നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങളെ ഞെട്ടിച്ച് നിങ്ങളുടെ ദേഷ്യമെല്ലാം പമ്പ കടത്തുന്നത് അത് കാണിക്കുന്നത്. ആ വ്യക്തി എന്തോ ഒരു കാര്യം നേടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ദേഷ്യമെല്ലാം പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനത്തെ എന്തോ ഒരു സംഭവം ആ വ്യക്തി നേടിയിട്ട് പബ്ലിക്കിലെല്ലാം ആ വ്യക്തിനെ ആദരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ വ്യക്തി എത്തുന്നത്. ഫ്യൂച്ചർ കാർഡിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം പബ്ലിക്കെല്ലാം ആ വ്യക്തിനെ ആദരിച്ച് ആ വ്യക്തി നമ്പർ 1 ആയി മാറുകയാണ്. അപ്പോൾ ആ സംഭവം നിങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദേഷ്യമെല്ലാം പമ്പ കടക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത്രയും ഒരു അധികാര ഒരു ക്യൂണായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് നോക്കണം. ക്യൂണിനെ പോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ ആ വ്യക്തിയെ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ ഒരാൾക്കും വിട്ടു കൊടുക്കില്ല. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ്, നിങ്ങൾ തമ്മിൽ അത്രയും ബോണ്ടിങ് ആയിട്ട് നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്രയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആവാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് എന്താ? ഏസ് ഓഫ് പെൻഡിക്കൽ.
അത്രയും ഒരു പെൻഡിക്കലിൻ്റെ ഒഴുക്ക്, അത്രയും ആ വ്യക്തി ഒരു സാമ്പത്തികമായിട്ട് അത്രയും ഹൈ പവറിലേക്ക് എത്തുക എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അത്രക്കും എന്തോ ആ വ്യക്തി നേടിയിട്ടുണ്ടല്ലോ, ലോകം തന്നെ ആദരിക്കുന്ന തരത്തിലുള്ള അത്രയും ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത്രയും ഒരു ഏസ് ഓഫ് പെൻഡിക്കലിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വരികയാണ്. അതുകൊണ്ടാണല്ലോ 10 ഓഫ് കപ്പിലേക്ക് എത്തുന്നത് അല്ലേ. ഫ്യൂച്ചർ കാർഡിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്ലാരിഫിക്കേഷന് ഒരു കാർഡ് എടുക്കാം. Knight of Cups, Knight of Wands, King of Wands, Six of Wands, the Hierophant, Two of Swords, 10 of Swords, bottom 6 of Cups. നൈറ്റ് ഓഫ് കപ്പ്. എന്താ ഇവിടെ കിങ് ഓഫ് കപ്പാണ്. ആ വ്യക്തിയുടെ കപ്പ് മറ്റാർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് മാത്രം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇനി ഒരു തെറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ചിന്തിച്ച് മാത്രമേ ആ വ്യക്തി ഇനി മുന്നോട്ട് പോകൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എന്താ ഒരുപാട് 10 ഓഫ് സോഡിൻ്റെ വേദനയെല്ലാം ആ വ്യക്തി അനുഭവിച്ച് മുന്നോട്ട് വന്നതാണ് ഹൈറോഫൻ്റ്. ഇത് വിവാഹത്തിൽ തന്നെ കലാശിക്കും. അത്രയും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ഇത് 6 ഓഫ് കപ്പാണ്. പാസ്റ്റ് ലൈഫിലെ നിങ്ങളുള്ള ആ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് 6 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു യെസ് ഓർ നോ കൊടുക്കാം. യെസ് ഓർ നോ കേട്ടോ. എല്ലാവരും യെസ് ഓർ നോ ചിന്തിച്ചു. എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി കേട്ടോ. യെസ് ആണ് കേട്ടോ. ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും. യെസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ് നോക്കിയാലോ. ഇന്ന് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടുന്നത്? ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്? മഹാദേവൻ തന്നെ. എനിക്ക് ഇതേ കാർഡാണ് ഷോർട്ട് വീഡിയോയിലും കിട്ടിയത്. ഇന്ന് മൺഡേ ആണ്, എനിക്ക് മൺഡേ വ്രതമാണ്. അപ്പോൾ മഹാദേവനെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മൺഡേ എന്നെ പോലെ മൺഡേ വ്രതം എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ കാർഡ് കിട്ടുമ്പോൾ അതേപോലത്തെ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ മഹാദേവൻ പറയുന്നത്, നിങ്ങൾ തമ്മിൽ തേർഡ് പാർട്ടിക്കും ഫോർത്ത് പാർട്ടിക്കും ഒന്നും വേണ്ടിയിട്ട് അടി ചെയ്യാൻ പാടില്ല. നമ്മൾ കട്ടക്ക് നിൽക്കുക വേണ്ടതെന്നാണ് മഹാദേവൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി എന്താണ് പറയുന്നത് നോക്കിയാലോ. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? യു ആർ പെറ്റി. നീ എൻ്റെ സുന്ദരിയാണെന്ന് പറയുന്നത് കേട്ടോ. നീ എൻ്റെ സുന്ദരിയാണെന്ന് പറയുന്നത്. യു ആർ മൈ സ്ട്രെങ്ത്. എൻ്റെ ശക്തി നീ തന്നെ. നീ ഇല്ലെങ്കിൽ എനിക്ക് ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. യു കം ക്ലോസർ ദാൻ എനിവൺ. മറ്റാരേക്കാളും നീ എന്നോട് കൂടുതൽ അടുത്തു. മറ്റാരെക്കാളും നീ എന്നോട് കൂടുതൽ അടുത്തു എന്നാണ് പറയുന്നത്. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. ഞാൻ ജീവിതകാലം എന്നും നിന്നെ ഓർക്കും. ജീവിതകാലം എന്നും ഞാൻ നിന്നെ ഓർക്കും. ഐ വാണ്ട് യു എന്ന് പറയുന്നത്. എനിക്ക് നിന്നെ വേണം. നിന്നെ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ ആ വ്യക്തി ഓടുന്നതല്ലേ. എനിക്ക് നിന്നെ വേണമെന്നും പറ്റേ. വാട്ട് ഈസ് ദി ട്രൂത്ത്? എന്താണ് ഇതിൻ്റെ ശരി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണല്ലേ. ഐ ആം യുവേഴ്സ് ഫോർ എവർ എന്നാ പറയുന്നത്. ഞാൻ എന്നും നിൻ്റെതാണ് ഞാൻ. ഐ കാൺ ടെൽ ഗോ ഓഫ് യു. എനിക്ക് നിന്നെ
കൈവിടാൻ കഴിയില്ല. ഐ ക്രൈ അറ്റ് നൈറ്റ്. രാത്രി എന്നെ ഓർത്ത് കരയാണ്. ഐ വിഷ് തിങ് ഗുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടപ്പോൾ ഇതൊക്കെ മാറി വന്നിരുന്നെങ്കിൽ. യു ആർ മൈ വേൾഡ്. എൻ്റെ ലോകം തന്നെ നീയാണ്. വേറൊരു ലോകം എനിക്കില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇനി കുറച്ച് ക്ലൂസ് എടുക്കാം. Thursday, football, short hair, round face, tourist, family lover, abroad, red saree, Sharjah, cricket, simple life, kindness, beautiful leper, twin flame, Gulf, Chadayam, Chennai, actor, Ernakulam, L, Kollam, I, accountant, Jayavati, K, Vishagam, Bharani, April, black shirt, Yam, Thrissur, തിരുവോണം, കൊല്ലം, പൂയം, മാർച്ച്, അത്തം, പി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ. താങ്ക് യു.